ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ആവേശം ആയിക്കഴിഞ്ഞാലും ഭ്രമയുഗം ആയിക്കഴിഞ്ഞാലും പ്രേമലു ആയിക്കഴിഞ്ഞാലും എന്താ മഞ്ഞുമ്മൽ, ആടുജീവിതം, 5 തരം സിനിമകളാണ്. അത് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നതിൻ്റെ മറ്റേ അങ്ങനെ അക്ഷരാർത്ഥത്തിലുള്ള രൂപമാണ് ആടുജീവിതം. മറ്റേ ഇൻ്റർനാഷണൽ തന്നെ ആയില്ലേ. പിന്നെ മഞ്ഞുമ്മൽ അതൊരു സർവൈവൽ ത്രില്ലറിൻ്റെ പുതിയൊരു വിഷ്വൽ ലാംഗ്വേജ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. ഗിരീഷ് ഷേഡി ഒരു പ്രത്യേകതരം ക്രാഫ്റ്റാണ് ഗിരീഷ് ഷേഡിയുടെ സിനിമകൾ. പിന്നെ ഭ്രമയുഗം, അതും ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഭ്രമയുഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനിമ ഭയങ്കര അതിൻ്റെ എങ്ങനെയാണത് സംസാരിക്കുന്നത്, അതിൻ്റെ ഭാഷ, സിനിമയുടെ ഭാഷ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര പണ്ടൊക്കെ ഒരേ തരത്തിലായിരുന്നു സിനിമ, ഇങ്ങനെ ക്ലോസും വൈഡും ഇതും കട്ട് ചെയ്തിട്ട് തന്നെയാണ് സിനിമ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ ടെക്നോളജിനെ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. അതാണ് ഡൈവേഴ്സായി എന്ന് പറയുന്നത്. പുതിയ നമ്മൾ എല്ലാ സ്ഥലത്തും ഫിലിം മേക്കേഴ്സ് അവരുടെ ഭാഷേനെയും അവരുടെ ക്രാഫ്റ്റിനെയും പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളെ അടുത്ത് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഭയങ്കര സെൻസുള്ള ഫിലിം മേക്കേഴ്സാണ് നമ്മളുടെ ഇവിടെ ഉള്ളത് ഇപ്പോൾ. പിന്നെ LJPയുടെ സിനിമകൾ ഭാഷേനെ നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളാണ്. അങ്ങനെ നല്ല ഫിലിം മേക്കേഴ്സാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു വിഷമമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇനി മുമ്പിലോട്ടുള്ള പോക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും. നമ്മളുണ്ടാവും ഇല്ല എന്നുള്ളതല്ല, സിനിമയുടെ ഭയങ്കര നല്ല സമയമാണ്. അത് ഇനിയും നന്നായിക്കൊണ്ടിരിക്കും. ആ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 10-15 കൊല്ലം മുന്നേ മലയാള സിനിമയുടെ അവസ്ഥ അറിയാമായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം വന്ന പല ലാൻഡ്മാർക്ക് സിനിമകളിലും, അതായത് തൊണ്ടിമുതല്, മഹേഷിന്റെ പ്രതികാരം, കുമ്പളങ്ങി, നത്താൻ കേസോട്, ഇതിലെല്ലാം രാജേഷ് ഒരു ഭാഗമായിരുന്നു. മായാനദി. സോ ഇതിന്റെയൊക്കെ ഒരു എന്താണ് ഡിഫറെന്റ് അതിൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് രാജേഷ് പേഴ്സണലി നോട്ടീസ് ചെയ്ത ഈ സ്റ്റോറി ടെല്ലിങ്ങിലോ അല്ലെങ്കിൽ ഈ നാരേറ്റീവ് സ്റ്റൈലിലാണോ, അതോ പെർഫോമൻസസിന്റെ മീറ്റർ മാറിയതാണോ, എസ്തറ്റിക്സിന്റെ ആണോ? എല്ലാം കൂടി പിന്നെ അത് കുറച്ചും കൂടി കണ്ടന്റിന് പ്രാധാന്യമുള്ള രീതിയിലേക്ക് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. പിന്നെ ഈ ആൾക്കാരെന്ന് പറയുമ്പോൾ ഓഡിയൻസ്, ക്രിയേറ്റേഴ്സ് തന്നെ ചിന്തിക്കണം. ഓഡിയൻസ് ഒക്കെ എപ്പോഴേ മുമ്പിലാണ്, കുറേ മുമ്പിലാണ്. ക്രിയേറ്റേഴ്സ് ചിന്തിച്ചു തുടങ്ങണം, എന്നുവെച്ചാൽ ഓഡിയൻസിൻ്റെ ലെവലിലേക്ക് ഉയരണം. അത്ര പറയാനുള്ളൂ. ഇവിടെ സിനിമ കാണുന്ന ആൾക്കാർ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ. ഈ ടൊറൻറ്റ് സിനിമകൾ വന്നു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഈ സിനിമയുടെ വൈവിധ്യത്തിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായി. അല്ലെങ്കിൽ ആ ഒരേ വാർപ്പ് ശീലങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അന്ന് നമുക്ക് മറ്റേ മീശവരിയും പരിപാടിയിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ സിനിമ മൊത്തം. അതിന് മാത്രമേ തിയേറ്ററൊക്കെ നിറയുമായിരുന്നുള്ളൂ എന്നുള്ള പോലെ ഒരു അവസ്ഥ വന്നിരുന്ന സമയത്താണ് ഈ ഇങ്ങനെയുള്ള കണ്ടൻറ്റിൽ ഉപയോഗിക്കാവുന്ന ക്രാഫ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുള്ള, കുറച്ചും കൂടി പഠിച്ചിട്ട് ഈ ആർട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടായത്. ആ ഗ്രൂപ്പാണ് ഇതിനെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. അത് എന്തായാലും സ്വാഭാവികമായിട്ട് സംഭവിക്കുമായിരുന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആൾക്കാർ കുറേ ഇതിൻ്റെ ക്രാഫ്റ്റും കളിയും പിന്നെ കയ്യിൽ നല്ല പണിത്തഴക്കവും കൈത്തഴക്കവും എല്ലാം കൂടി ആയിട്ട് വന്ന കുറച്ച് ആൾക്കാർ, അവരാണിത് മാറ്റി തുടങ്ങിയത്. പിന്നെ ഇത് മാറാതിരിക്കാൻ ഇതില്ലായിരുന്നു. ആരെങ്കിലും ഒന്ന് വെട്ടി തുറക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രക്കും ആൾക്കാർ ബുദ്ധിമുട്ടിയിരുന്നു ആ കാലഘട്ടത്തിൽ സിനിമകളെ വെച്ചിട്ട്. ഇല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് മാറിയിരുന്നെങ്കിൽ നമ്മുടെ സിനിമ മാത്രം എന്താ ഇങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു സമയം. കാരണം അങ്ങനെയേ ആയിരുന്നില്ലല്ലോ നമ്മുടെ സിനിമ. നമ്മളിവിടെ മറ്റേ വേൾഡ് സിനിമകൾ എടുത്തുകൊണ്ടുണ്ടായിരുന്ന സ്ഥലമാണ്. പിന്നെ അടൂരും KG ജോർജും പത്മരാജനും ഭരതനും പിന്നെ അങ്ങനെ ഒരുപാട് സംവിധായകർ ഇവിടെ കളം നിറഞ്ഞ് കളിച്ചുകൊണ്ടായിരുന്ന സ്ഥലത്താണ് നമ്മൾ വെറുതെ ചെറിയ മാസ് പടങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയത്. അത് വേണ്ടതൊന്നും അല്ല കേട്ടോ, ഇത് വൈവിധ്യത്തിൻ്റെ കൂടെ ഉള്ളതാണ് അതൊക്കെ. പക്ഷേ ഇല്ലായിരുന്നു, ഒരു സമയം ശൂന്യതയായിരുന്നു കുറച്ച് കാലം. അതിനെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് അത് ഈ ക്രാഫ്റ്റ്, ഈ പണി, കണ്ടൻറ്റ്, അതിനെക്കുറിച്ചുള്ള ബോധം, ലോക സിനിമയെക്കുറിച്ചിട്ടുള്ള അറിവ്, അത് കണ്ടിട്ടുള്ള പരിചയം എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണ്. അത് ഇനിയും മാറും. ഇതൊന്നും അല്ല, ഇതൊക്കെ പാലമേ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇനിയും
ഇനിയും ഭയങ്കര ബ്രില്യൻറ്റ് സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അത് ഈ നമുക്കൊരു സമയം മറ്റേ എന്താ പാരലൽ സിനിമകളും കൊമേഴ്ഷ്യൽ സിനിമകളും അങ്ങനെ ഒരു 2 ശ്രേണിയൊക്കെ അത് ഞാനൊക്കെ സിനിമ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇത് വേറെ തന്നെ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ആ പാലമൊക്കെ മെല്ലെ ഒന്ന് അടുപ്പിച്ചിട്ടുണ്ട്, ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര പരിപാടിയാണെന്നാണ് വിചാരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും വലുതാവും, ഇനിയും നല്ലതാവും. പണ്ട് കൊച്ചിയായിരുന്നു സിനിമയുടെ ഒരു ഹബ് എന്ന് പറയുന്നത്. ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്യുന്നതും. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വേണ്ടി ചെന്നൈയിലേക്ക് പോകുന്നതും കൊച്ചി ബേസ് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. അതേപോലെ തന്നെ കാസർഗോഡിന് ഒരുപാട് പ്രോമിനൻസ് കിട്ടാൻ തുടങ്ങി മലയാള സിനിമയിൽ. ഇപ്പം എന്നാ കാസർഗോഡ്, അങ്ങനെ കുറെ സിനിമകൾ. അപ്പൊ ആ ഒരു ഷിഫ്റ്റിനെ എങ്ങനെ കാണുന്നത്? കാസർഗോഡ് ഭാഷ വെച്ച് അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെയൊക്കെ വെച്ചിട്ട് സിനിമകൾ ഒരുപാട് വരുന്നു. ആക്സെപ്റ്റൻസും കിട്ടുന്നു എന്നുള്ളതാണ്. അതേ സ്വാഭാവികമായിട്ടും നമ്മൾ അതെ സിനിമ ഇതൊരു അങ്ങനെ സിനിമയുടെ ഡൈവേഴ്സിറ്റി, സിനിമ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് തന്നെ അറിയാം ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ സിനിമയുടെ അവസ്ഥ എന്തായിരുന്നു. അതൊരു ചേഞ്ച് ആവശ്യമാണ്. അതെങ്ങനെയുള്ളൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ആരും അന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുള്ള സ്ഥലങ്ങളെയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും, കണ്ടെത്താൻ ബാക്കിയുള്ള സാധനങ്ങളെയൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആ ഫേസിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക്കൽ ഏരിയകളിലേക്ക് സിനിമ പോകുന്നത്. ഈ കാസർഗോഡും കണ്ണൂർ ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അകലത്തായതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പിടിച്ച് സപ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതിന് കുറച്ചും കൂടി ആദ്യം വന്നു എന്നേ ഉള്ളൂ. ഇപ്പം മലപ്പുറം, അതേപോലെ മലപ്പുറത്തെ സിനിമകൾ. ഇപ്പം ഞാൻ പാലക്കാട് നിന്നാണ് ഞാൻ സിനിമ എടുക്കുന്നത്. ഈ കൊല്ലങ്കോട് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കൊല്ലങ്കോടിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടാനുള്ള ഏരിയകളാണ്. നമുക്ക് എല്ലാ ലോക്കൽ കാസർഗോഡ് മാത്രമല്ല, ഭയങ്കര മൈന്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് തന്നെ ഒരുപാട് ഏരിയകളുണ്ട്, ഒരുപാട് ഭാഷാ വൈവിധ്യമുണ്ട്. മഞ്ചേരിയിലത്തെ ഭാഷയൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. മഞ്ചേരിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ താളമുള്ള ഭാഷയുള്ള സ്ഥലങ്ങളാണ്. അപ്പം എക്സ്പ്ലോർ ചെയ്യപ്പെടാനുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കാം. അത് നമ്മൾ കാണാത്ത കാഴ്ചകളും അല്ലെങ്കിൽ നമ്മൾ കാണാത്ത എക്സ്പീരിയൻസൊക്കെ ആയിരിക്കുന്നുള്ളതുകൊണ്ട് അത് നമ്മൾ എൻജോയ് ചെയ്യും. എന്തായാലും എൻജോയ് ചെയ്യും. അത് നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ വെറുതെ ഒരു സ്ഥലത്തെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതിന് അപ്പുറം നല്ല ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ക്രാഫ്റ്റുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവർ അത് തുറന്നു നോക്കിക്കൊണ്ടേയിരിക്കും. അത് ഇനിയും അങ്ങോട്ടേക്കേ പോവുള്ളൂ. ഇനി അത് ഒരു ഒതുങ്ങി നിൽക്കലിൻ്റെ ഭാഗമായിരിക്കില്ല. അത് കാസർഗോഡ് മാത്രമല്ല, എല്ലാ ഭാഷയും അതേപോലെ സ്വീകരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഓഡിയൻസിനെ പൾസ് അറിയാൻ അങ്ങനെ അവർക്ക് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന സിനിമ വേണമെങ്കിൽ അവരെ മനസ്സിലാക്കുന്ന അത്തരത്തിലുള്ള കഥകളുമായിട്ട് വരണം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ നമ്മൾ വിഷ്വൽ ലാംഗ്വേജ് നമ്മളിങ്ങനെ ഡെയിലി സ്ക്രോളൊക്കെ ചെയ്ത് റീൽസും പരിപാടികളൊക്കെ കണ്ടിട്ട് നമുക്ക് അത്രത്തോളം നമ്മുടെ തലയിൽ വിഷ്വലുകളുടെ പെരുമഴയാണുള്ളത്. നമുക്ക് എന്തെങ്കിലും പുതിയതായി കൊടുക്കാതെ ആൾക്കാർ നിങ്ങളെ വലിയൊരു പോപ്പുലർ ഏരിയയിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്ഥിരം ഈ പരിപാടികളൊക്കെ നമ്മൾ കണ്ട മുമ്പുള്ള സിനിമകൾ പോലെ തന്നെ സിനിമകൾ ഇറങ്ങിയിട്ട് ഇനി വർക്കാവും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല, വർക്കാവാറും ഇല്ല. ഇപ്പോൾ അത് സ്വാഭാവികമായിട്ട് പരിഷ്കരിക്കേണ്ടി വരും.